കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നീ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭാരബന്ധത്തിൽ കർത്താവിൻ്റെ കൃപയാൽ ഒരുമിച്ചായിരിക്കുന്ന എല്ലാ ദൈവജനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവവചനം വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ മാധ്യമങ്ങളോട് ദൈവം ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കട്ടെ. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ ദിവസമാണല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നെ ആയിരിക്കുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം. നിശ്ചയമായൊരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? വാക്ക് വിത്ത് ഗാഡ്. ദൈവവുമായി ചേർന്ന് നടക്കുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓരോ വ്യക്തികൾ എന്ത് ചെയ്യണം? ആക്കി തീർക്കും. 40 ദിവസം കഴിയുമ്പോൾ നമ്മുടെ എല്ലാ അച്ചായന്മാരും, എല്ലാ അമ്മമ്മമാരും, എല്ലാ സഹോദരിമാരും, എല്ലാ മാതാപിതാക്കളും ദൈവത്തോട് എന്ത് ചെയ്യണം? ചേർന്ന് നടക്കുന്നവരായി തീരണം. വെറുതെ പ്രാർത്ഥിക്കുന്നതല്ല, നിശ്ചയമായിട്ടത് കാണും. നമ്മളതിന് വില കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാനിടയായി തീരട്ടെ. സ്തോത്രം. നിശ്ചയമായി ഒരു ദൈവമഹത്വം വെളിപ്പെടുവാനിടയായി തീരട്ടെ. നമുക്ക് ആത്മാർത്ഥമായി അല്പം നേരം ചിന്തയ്ക്കായിട്ട്, വളരെ ചുരുങ്ങിയ നിമിഷം മാത്രമേ എടുക്കത്തുള്ളൂ. അല്പം നേരം ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. നമുക്ക് വേണ്ടെന്നുള്ള ആലോചനകൾ നമ്മുടെ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ലഭ്യമായല്ലോ. അതുമായി ചേർന്ന് നിൽക്കുന്നൊരു ഭാഗം തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വേണ്ടി ഒരു ആലോചനയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കടന്നു വരാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 51-ാം വാക്യം മൈക്കിലൂടെ ദയവായിട്ട് വായിക്കാം. ജോൺ ചാപ്റ്റർ 1:51 പ്ലീസ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നഥനയേലിനോട് യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ ആത്മാവിൽ ബലപ്പെട്ട്, ആത്മാവിൽ സന്തോഷിച്ച് ദൈവസന്നിധി ചേർന്ന് നടക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനങ്ങളോടും, ദൈവസന്നിധി എന്തെങ്കിലും പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോട് നിൽക്കുന്നവരോടും, വ്യക്തിപരമായ ജീവിതത്തിൽ പക, പിണക്കം, ജാരശങ്ക, ക്രോധം, തൊന്നപക്ഷ, അസൂയ, ഭിന്നത എല്ലാം മാറിയവരോടും, സ്വഭാവത്തിൽ പൂർണ്ണമായി ഫലപ്രദമായ അനുഭവം പ്രാപിക്കുന്നവരോടും ദൈവജനം പറയുന്നു, ഫലം കൊണ്ട് എന്ത് ചെയ്യാം? അവരെ തിരിച്ചറിയാം. ഇങ്ങനെ ഫലം, വരം കൊണ്ടല്ല, ഫലം. ആ ഫലമുള്ളവർ, ആത്മഫലങ്ങളുള്ള സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയ, ഇതൊക്കെയുള്ള ദൈവജനം അങ്ങനെ ദിനംതോറും ദൈവസന്നിധിയിൽ ആത്മഭാരത്തോടെ വില കൊടുത്ത് നിൽക്കും ദൈവത്തിൻ്റെ മക്കളോട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തോട് ചേർന്ന് നടക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളുള്ള വ്യക്തികളെ ദൈവം ചെയ്യും ആത്മീക ഹൈ ലെവലിലേക്ക് കൊണ്ടെത്തിക്കും. നമുക്ക് ആത്മീയത്തിൻ്റെ ലെവലിൽ നമ്മൾ പഠിച്ചു. എന്താണ്? ശൈശവ കാലഘട്ടം, ബാല്യകാലഘട്ടം, യൗവന കാലഘട്ടം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, നമ്മളൊരു ആത്മീകത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നു. അപ്പം ആത്മീകത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ദൈവജനതയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, സ്വഭാവങ്ങളിലും രൂപീകരണങ്ങളും വചനപ്രകാരം നമ്മെ തന്നെ ഏൽപ്പിച്ച് എന്ത് ചെയ്യും? നമ്മളത് മുൻപോട്ട് പോകും. അങ്ങനെയുള്ളവർ, ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർ, ചിലത് മാറണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു മെസ്സേജ് ആയിട്ട് 3 ദിവസമായിട്ട് കാണാത്ത സഹോദരനോട് ചോദിച്ചു, അച്ഛാ എന്താച്ചാ ഒരു ആൻസർ തരാത്തെന്ന് ചോദിച്ചപ്പോൾ പാസ്റ്റർ അല്ലി പറഞ്ഞത് കൂടുതൽ മൊബൈൽ കാണല്ലേ എന്ന്. സ്തോത്രം. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എന്നാണെന്നറിയാമോ? ശരിക്കും ഞാൻ അവരെ പിന്നെ മനസ്സിലാക്കിയവർ പറഞ്ഞത് മൊബൈൽ കൂടുതൽ ഉപയോഗിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നത് തെറ്റല്ല, എങ്കിലും നമ്മൾ ആ സമയവും കർത്താവിൻ്റെ നാമത്തിനോട് പ്രയോജനപ്പെടുകയും ജോലിയൊക്കെ ഭാരത്തിനിടയിൽ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാകാതെ ദൈവസന്നിധി കൂടുതലാകുകയും പ്രാർത്ഥിക്കാനൊക്കെ സമർപ്പിക്കപ്പെടുന്ന സഹോദര സഹോദരിമാരാണല്ലോ. നിശ്ചയമായിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം വചനം അംഗീകരിച്ച് അടുത്ത ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുക. നമ്മളെല്ലാം ആഗ്രഹിക്കുക, നമ്മുടെ സഭ ആഗ്രഹിക്കുക, വ്യക്തിപരമായ ജീവൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? നമ്മൾ മാറണം. വചനപ്രകാരം നമ്മളത് ശുദ്ധീകരിക്കപ്പെടണം. ഞാൻ പ്രധാനപ്പെട്ടമായി പറയുന്നു, 2 കാര്യങ്ങൾ വളരെ സൂക്ഷിക്കുക. ഒന്ന്, നമ്മുടെ സ്വഭാവങ്ങൾ മാറണം. നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടണം. ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. പകയോ പിണക്കോ ഒന്നും പാടില്ല, അതെല്ലാം മാറണം. സ്തോത്രം. രണ്ടാമത് എന്ത് വേണം? ദൈവത്തെ സ്തുതിക്കണം. ഈ 2 നമ്മുടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് ഇറങ്ങും. ആത്മീയത്തിൻ്റെ അടുത്ത ലെവൽ എന്ത് ചെയ്യും? ദൈവം സംസാരിച്ചു തുടങ്ങും. അതെങ്ങനെ ആദ്യം സംസാരിക്കും? ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവം, പലരും പല രീതിയിലാണ്. എൻ്റെ അനുഭവം ഞാൻ പറയുന്നു, സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിക്കും. ആദ്യകാലങ്ങളിൽ നമ്മുടെ വിഷയങ്ങളുമായി ബന്ധത്തിൽ ദൈവം സംസാരിക്കും. ഇത് സംസാരിക്കുമ്പോൾ എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കരുത്. പിന്നെയും പ്രാർത്ഥിക്കാൻ, ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ട് നടക്കണം. ആ ഉള്ളിൽ ആഗ്രഹമാണ്, കർത്താവ് എനിക്ക് കാണണം, അങ്ങേ കാണണം.
നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, അടുത്ത ആത്മീക തലങ്ങൾ സഭയോളം ബന്ധത്തിൽ ആലോചനകൾ നൽകും. നമ്മുടെ സഹോദരിമാരൊക്കെ ദൈവസഭയോളം ബന്ധത്തിൽ ശക്തമായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കിടെ ആലോചനകൾ കൈമാറുന്നയോർത്ത് സ്തോത്രം. ഇങ്ങനെയുള്ള ആത്മീക ലെവലുള്ള, ആത്മീയ കാഴ്ചപ്പാടുള്ള, ജീവിതമുള്ള, സ്വഭാവത്തിലും ദൈവത്തിൽ നിലനിൽക്കുന്ന നമ്മുടേതായ സഹോദരിമാരെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ നാം അങ്ങനെ നിൽക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്ന അടുത്ത ലെവലാ. ദൈവത്തോട് ചേർന്ന് കിടക്കാൻ ആഗ്രഹിക്കുന്ന, സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത ലെവലിലേക്ക് പോകുവാൻ സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഇന്നത്തെ ദൂതെന്ന് പറയുന്നത് നഥനയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ വെളിപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കും. നമുക്കൊന്നുകൂടെ വാക്യം വായിക്കാം. ഹല്ലേലൂയ. 1 അന്തിമ വാക്യം. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്ന് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്ന്. അപ്പോൾ ഓർക്കണം, ആത്മീക ലെവലിലുള്ള അടുത്ത ഒരു ആഗ്രഹം നമ്മുടെ മേൽ ഉള്ളിൽ വരട്ടെ. ഒന്ന്, സ്വർഗം തുറന്നിരിക്കും നമ്മൾ കാണണം. യേശുവിന്റെ നാമത്തിൽ ഹാലെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, എനിക്ക് എൻ്റെ അപ്പന്റെ സ്വർഗം തുറന്നിരിക്കുന്ന എനിക്ക് ആത്മാവിൽ കാണണം. ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണണം, എൻ്റെ ആത്മീക കണ്ണുകൾ കൊണ്ട് കാണണം. 2, സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് നീ കാണുമെന്ന് അഹല്യയോട് പറഞ്ഞതുപോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ദൂതന്മാരുണ്ട്. നമ്മെ യാക്കോബ് ഹല്ലേലൂയ ഒരു കല്ലെടുത്തു വെച്ച് ഹല്ലേലൂയ രാത്രി കാലങ്ങൾ ഏകാന്തയായി അവനാരുമില്ലാതെ ഇരുന്ന് അവിടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഉറങ്ങിയപ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ട് അന്ന് രാത്രി കാണുകയാണ് സ്വർഗത്തിലെ ദൂതന്മാർ കയറുകയും ഇറങ്ങുന്നതും. അവൻ ആത്മാവിൽ കണ്ടതുപോലെ ദൈവത്തിന്റെ ജനമേ, നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നിരുന്നത്. കഴിഞ്ഞ നാളുകൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം താഴ്ന്നിറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച്, നിങ്ങൾക്ക് വേണ്ടി തുറന്നിരുന്ന്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആ സ്വർഗത്തെ നിങ്ങൾ ആത്മാവിൽ കാണാൻ വേണ്ടി പോകുകയാണ്. രണ്ടാമത്തെ കാര്യം അത് മാത്രമല്ല, നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ നാളുകൾ പലപ്പോഴും ചില വിഷയത്തിന്റെ മധ്യത്തിൽ ദൂതന്മാർ ഇറങ്ങി വന്ന് ഒരൊറ്റ രാത്രികളാണെങ്കിൽ ഒറ്റ രാത്രി, ഒരൊറ്റ ദിവസമാണ്, ഒറ്റ ദിവസം കൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ട് സ്വർഗ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ നമ്മെ, നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ യാത്രകളിൽ, വിമാനയാത്രകളിൽ, ട്രെയിൻ യാത്രകളിൽ, കാർ യാത്രകളിൽ, ബസ് യാത്രകളിൽ, നമ്മുടെ പല മാധ്യമങ്ങൾ യാത്ര ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ നമ്മെ പ്രൊട്ടക്ട് ചെയ്ത് അത്ഭുതകരമായി നടത്തിയ സ്വർഗീയ ദൂതന്മാരെ നിങ്ങളുടെ കണ്ണാലെ കാണും. വിശ്വസിക്കാൻ തയ്യാറാണ്? കർത്താവ്, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവ്, എന്നെ സംരക്ഷിക്കുന്ന സ്വർഗീയ ദൂതൻ എനിക്ക് കാണണം. യോബിനെ പറ്റി എന്താ പറഞ്ഞത്? യോബിനെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ വസ്തുവകകളെ ഉൾപ്പെടെ പ്രൊട്ടക്ട് ചെയ്ത് വേലി ചെയ്ത് സൂക്ഷിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഒരു കാര്യം ഉറപ്പാണ്, ആ സ്വർഗീയ ദൂതന്മാർ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ ഗേഗസ് ഇതുപോലെ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ സാധാരണ ഒരു കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ സകലവിധമാകുന്ന ഹല്ലേലൂയ സ്തോത്ര പടയാളികൾ തങ്ങൾക്കെതിരായി ഹല്ലേലൂയ പുരുഷാരങ്ങൾ മുഴുവനും തന്നെ കൊല്ലുമെന്ന് ഭാവിച്ചു നിൽക്കുന്നവരുടെ മുഖം മാത്രം കണ്ടപ്പോൾ സ്വർഗത്തിന്റെ മുഖത്തേക്ക് നോക്കി എലീശ പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അവന്റെ മേൽ ആത്മീക കണ്ണിനെ തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ദൂതന്മാരുടെ സഞ്ചയം അവൻ ആത്മാവിൽ കണ്ടതുപോലെ ഒന്ന് ആഗ്രഹിക്കാമോ? കർത്താവേ, എന്നെ കഴിഞ്ഞ നാളുകൾ പ്രൊട്ടക്ട് ചെയ്ത, എന്നെ കഴിഞ്ഞ നാളുകൾ സംരക്ഷിച്ച, എൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിച്ച, എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിച്ച, എൻ്റെ തലമുറകളെ സംരക്ഷിച്ച, കഴിഞ്ഞ ജോലി സ്ഥലങ്ങൾ സംരക്ഷിച്ച, നമ്മുടെ ജീവിത സാഹചര്യം സംരക്ഷിച്ച എൻ്റെ ദൈവമേ, അതേ ദൂതന്മാരെ എനിക്കൊന്ന് കാണണം. ആഗ്രഹിക്കാമോ? നാഥനയോട് പറയാണ്, സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങും നീ കാണും. നിന്റെ കണ്ണാലെ കാണും. വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവത്തോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മീക ലെവല് മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, എനിക്ക് ആ ലെവലൊന്ന് മാറണം. അപ്പോൾ എന്ത് ചെയ്യാണ്? നമുക്ക് വേണ്ടി സ്വർഗം എപ്പോഴും തുറന്നിരിക്കുകയാണ് അല്ലേ? സ്വർഗം എപ്പോഴും തുറന്നിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? കാണണം. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മ. ഇതിനകത്ത് സ്വർഗം തുറന്നിരിക്കുക എന്നുള്ള കാഴ്ചപ്പാടിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി സ്വർഗം തുറക്കും.
ഈ സ്വർഗം എന്നുള്ള വാക്കിനേക്കാൾ ഞാൻ പറയുന്നു ആകാശത്തിൻ്റെ അതാ വചനം അല്ലേ. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് നമ്മളെ മാനിക്കും. ഒന്ന്, നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ. രണ്ട്, കർത്താവിൻ്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്ന ഭക്തനു വേണ്ടി സ്വർഗം തുറക്കും. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആ ഒരു അനുഭവമുള്ള ദൈവജനം ഹൃദയംഗമായി പറയാമോ? ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ അപ്പാ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. ആ പാട്ട് ഒരിക്കൽ കൂടെ പാടാമോ? എൻ്റെ ആവശ്യങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും നമ്മുടെ പലരുടെ ആവശ്യങ്ങൾ കാണാതിരുന്നപ്പോൾ ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ ഇന്നുമെന്നും നദിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ ഇന്നുമെന്നും മതിയായവൻ. അപ്പോൾ ഓർക്കണം, നമുക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുക എന്ന രണ്ട് അനുഭവമാണ്. ഒന്ന്, നമുക്ക് വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കുക. അതെന്തിനാണ്? നമ്മുടെ നന്മയ്ക്കായിട്ട്. രണ്ട്, സ്വർഗം നമുക്ക് വേണ്ടി തുറക്കും. അതെന്തിനാണ്? ആത്മാവിൽ ബലപ്പെടുവാൻ. ഇത് രണ്ടും നമുക്ക് തിരിച്ചറിയാൻ ആഗ്രഹം. അല്പനേരം ആകാശം തുറക്കുന്ന ചില കാര്യങ്ങളെ ഓർത്ത് നമുക്ക് ആദ്യം പറഞ്ഞ് രണ്ട് മനസ്സിലാക്കേണ്ട കാര്യം. മലാഖി പ്രവചനം 3-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരാം. മലാഖി 3-ാം അധ്യായം 10-ാം വാക്യം പെട്ടെന്ന് വായിച്ച് ചില വാദഭാഗം നമുക്ക് വായിക്കണം. മലാഖി 3:10. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാക്കിയിടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവേ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? ഭൗതികമായ ഒരു നന്മ ലഭ്യമാകുവാൻ ദൈവം ഒരു അതിർ കൽപ്പിക്കുകയാണ്. ദൈവം ഒരു പ്രമാണം തരികയാണ്. എന്താണ്? നിങ്ങളുടെ ദശാംശങ്ങളെ ദൈവസന്നിധി സമർപ്പിക്കുക. ദൈവം നമുക്ക് നൽകപ്പെട്ട നന്മയിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവമാണ്. അങ്ങനെ ചെയ്താൽ ദൈവം നിങ്ങളുടെ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് കർത്താവ് നമ്മെ. അടുത്ത വാക്യം വായിക്കാം. അല്ലേ സ്തോത്രം. അല്ലേ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യത്തിൽ വരാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യം. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഇവിടെ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ആത്മീകമായിട്ട് മാത്രമല്ല ഭൗതികമായി നിന്നെ മാനിക്കുമെന്ന് പറയുന്ന ഭാഗമാണ്. നിങ്ങൾക്ക് വേണ്ടി ആകാശം തുറക്കും. നിങ്ങളുടെ നന്മകൾ വരുവാൻ, ദേശത്തിൽ നിങ്ങൾ വിതയ്ക്കപ്പെട്ട വിത്തുകൾ വളരത്തക്ക നിലവാരത്തിലുള്ള മഴ ദേശത്തിൽ വെളിപ്പെടുവാൻ ദൈവം എന്ത് ചെയ്യും? ആകാശത്തിന്റെ കിളിവാതികം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? നമ്മൾ ഇന്ന് പകൽക്കാൻ സംഗീതം പ്രബോധനം വായിച്ചതുപോലെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അങ്ങനെയാണ് എന്ത് ചെയ്യും?
നമ്മൾ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ കർത്താവ് എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി. ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവിൻ്റെ പറയുന്നത് 45-8 വാക്യം. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്വർഗം തുറന്നിരിക്കുന്ന കാര്യമല്ല, അതിനേക്കാളും ഏറെ നമുക്ക് വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കും. 45-8 വാക്യം. ആകാശമേ മേലിൽ നിന്ന് പൊഴിക്കുക, മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ. രക്ഷ വിളയേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ, അത് നീതിയെ മുളപ്പിക്കട്ടെ. യഹോവയായി ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു. മതി. ഇവിടെയും കാണുവാൻ സാധിക്കുന്നത് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നെയും നന്മകളെ നമ്മുടെ മേൽ വർഷിക്കുവാനിടയായിത്തീരും. ഇതൊക്കെ പറയുന്ന കാര്യം എന്താണ്? ഈ ലോകത്തിലെ നന്മകളാണ്. ഇതൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്വസിക്കണം, വച്ചിരിക്കുകയാണ്. ആകാശത്തിന്റെ കിളിവാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുക. അത് അനുഭവിച്ചാൽ മാത്രം മതി. ചിലർ അനുഭവിക്കുന്നുണ്ട്, കണ്ടാൽ മാത്രം മതി. ആത്മാവിനൊന്ന് കാണണം. കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ ചില നന്മ എന്താണ്, അത് ആത്മാവിൽ കണ്ടാൽ മതി. നമ്മുടെ സകല പ്രയാസങ്ങൾ നമ്മളെ വിട്ട് മാറിപ്പോകും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം കണ്ടാൽ മതി. ദൈവം ചിലത് ഒരുക്കി വെച്ച ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. അത് കണ്ടാൽ മാത്രം മതി ദൈവപ്രവൃത്തി വെളിപ്പെടും. ഏലിയാവ് വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. കർമ്മേലിന്റെ മലമുകളിൽ താൻ നിന്നപ്പോൾ ഒരൊറ്റ കന്യാകിന് വെളിപ്പെട്ട ദൈവം അനുവദിച്ചില്ല. അപ്പോൾ അത്രയും പേർ അഭിഷേകം വെളിപ്പെട്ട ഏലിയാവ് ചൂരച്ചെടി തണലിൽ നിന്ന് ഇസബേലിന്റെ വാക്കിന് മുമ്പിൽ, ഒരു വലിയ ശക്തിയുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? പരാജയപ്പെട്ടവർ നിൽക്കുകയാണ്. എന്താണ്? മതി കർത്താവേ, മതി കർത്താവേ എന്ന് പറയുമ്പോൾ അവിടെ ഓർക്കണം, ഏലിയാവിന്റെ ഒതുക്കി വെച്ച അവിടെ മരണമാണോ? ഇന്നും മരണമില്ലാതെ ജീവിക്കാനാ കർത്താവ് ഏലിയാവിനെ പറ്റി ആഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ സ്വർഗ്ഗം അവന് വേണ്ടി തുറക്കപ്പെടാൻ വേണ്ടി പോകുന്ന, അവൻ ആത്മാവിൽ കാണാൻ വേണ്ടി പോകുകയാണ്. അവൻ ജഡത്തിൽ കാണാൻ വേണ്ടി പോകുകയായിരുന്നു. ഇത്രയും വലിയ നന്മ ഒരുക്കി വെച്ച ദൈവത്തിന്റെ പ്രവൃത്തിയെ തിരിച്ചറിയാൻ കഴിയാതെ അവിടെ എന്ത് ചെയ്തു? ഒരല്പനേരം മാറി നിന്നു. മതി കർത്താവ് എന്ന് പറഞ്ഞു. ഞാൻ പിതാക്കന്മാരൊക്കെ ഒട്ടും ശ്രേഷ്ഠനല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആകാശത്തിന്റെ കിളിവാതിൽ നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നു. അത് ഈ ദിവസങ്ങൾ ഉപവാസത്തോട് പറയണം, കർത്താവ് എനിക്ക് ആകാശത്തിന്റെ കിളിവാതിൽ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട് എനിക്ക് കാണണം. നിങ്ങൾക്ക് വേണ്ടിയുള്ള ജോലികൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള നന്മകൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള സമൃദ്ധികൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തികങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭാവികൾ, നിങ്ങൾക്ക് വേണ്ടി മുൻപോട്ടുള്ള കാര്യങ്ങൾ, ദീർഘായുസ്സുകൾ, ദൈവപ്രവർത്തികൾ, ദൈവമഹത്വം നിങ്ങൾ ആത്മാവിൽ കാണാൻ തുടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. നിശ്ചയമായിട്ടും ആകാശത്തിന്റെ കിളിവാതിൽ നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുകയാണ്. അത് ആത്മാവിൽ കണ്ടു മാത്രം മതി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി ആകാശത്തിന്റെ കിളി. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആത്മാവിൽ ബലപ്പെട്ട് പുറത്തു വന്നാൽ നമ്മൾ കാണേണ്ട കാര്യം, അതിപ്രാധാന്യമേക നഥലിയോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നത് നിങ്ങൾ കാണുവാനിട, നിങ്ങളുടെ കണ്ണാലെ കാണുവാനിടയായിത്തീരും. അതുമായി ബന്ധപ്പെട്ട് ചില വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എസെക്കിയേലിന്റെ പ്രവചനം, ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. എസെക്കിയേൽ പ്രവചനം 1-ാമത്തെ 1-ാം വാക്യം. അഞ്ചാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. അപ്പോൾ ഓർക്കണം, എഗസ്കേൽ പ്രവാചകൻ ഇപ്പൊ എവിടെയാ? പ്രവാസത്തിലാ. ഒന്നുകൂടെ പറഞ്ഞാൽ അടിമത്തത്തിനകത്തായിരിക്കുന്നത്. ഒരു സാധ്യതയുണ്ടോ? മുൻപോട്ടൊരു പ്രതീക്ഷയുണ്ടോ? അടിമ വീട്ടിലിരിക്കുക, തന്നെ കൊല്ലുവാനും തമ്മിൽ ഞെരിക്കുന്ന ഒരുപാട് പേർ ഫ്രണ്ടിലുണ്ട്. ഒരു അടിമത്തം പോലെ ആയിരിക്കുന്ന അനുഭവമാണ്. ഈ എഗസ്കേൽ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളൊരു കാര്യം, നീ എവിടെ ആയിരിക്കും നിനക്ക് വിഷയമല്ല. നീ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രതികൂലങ്ങളുണ്ട്. നാളെ നീ എഴുന്നേൽക്കുമ്പോൾ നീ എന്ത് ജോലി ചെയ്യണമെന്ന് നിനക്ക് അറിയത്തില്ല. ഇതൊക്കെ വിഷയങ്ങളാ, പ്രയാസങ്ങളാ. ആ പ്രവാസകാലത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവമഹത്വം കാണാൻ ഒരുവൻ ചാടി എഴുന്നേൽക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ശബ്ദം കേട്ടില്ലേ? മനസ്സിലായോ? എന്തെങ്കിലും ദൂത് മനസ്സിലാവുന്നുണ്ടോ? നിൽക്കുന്ന സ്ഥലം പ്രവാസമാ. നിൽക്കുന്ന സ്ഥലത്തിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഒരു സാധ്യതയില്ല. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിച്ച് ചില കാൽവെപ്പുകൾ ആരെടുത്തു വച്ചു? യെഹെസ്കേൽ പ്രവാചകൻ എടുത്തു വച്ചു. ആ കാൽവെപ്പിനെ ആര് മാനിച്ചു? സ്വർഗത്തിലെ ദൈവം മാനിച്ചു. ദൈവത്തിന്റെ ശബ്ദം കേട്ടു. നമ്മളായിരിക്കുന്ന അനുഭവങ്ങൾ ദൈവത്തിന് വിഷയമല്ല. നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് വിഷയമല്ല.
ദൈവസന്നിധിയിൽ ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിക്കുള്ളൂ, അതിനകത്തും കർത്താവേ എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം, എനിക്ക് അങ്ങയോടൊപ്പം ജീവിക്കണം, എനിക്ക് അങ്ങയോടൊപ്പം നടക്കണം. ഇതാ ദൈവഭക്തനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നേ. ഇവിടെ പറയുന്നു ആ പ്രവാസകാലം ദൈവ ശബ്ദം കേൾക്കുന്നൊരു പ്രവാചകൻ. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവ് ദൈവസഭയോട് പറയുന്നു, നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് ചുറ്റിലും. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ, നിൽക്കുന്ന സ്ഥലങ്ങളിൽ പലതും ഉണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ ഒന്നിനും ദൈവ സ്നേഹത്തിൽ നിന്ന് അതിൽ മേളിൽ വരാൻ പറ്റത്തില്ല. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നഗ്നതയോ പട്ടിണിയോ വാളോ മരണമോ ഇതൊന്നും എന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? അതിൻ്റെ മധ്യത്തിലും ഒരു കാൽവെപ്പ്. എന്തിനാ? എനിക്ക് ദൈവത്തോട് ജീവിക്കണം, എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. അങ്ങനെ ആഗ്രഹത്തോടെ ഇരിക്കുന്ന എഗസ്കേ പ്രവാചകൻ ആ പ്രവാസകാലത്തിരുന്നു കൊണ്ട് താൻ ഒരു സ്വപ്നം, ഒരു ദർശനം കാണുക. എന്താ കണ്ടത്? സ്വർഗം തുറന്നിരിക്കുന്നത് അവൻ കാണുവാനിടയായി തീർന്നു. ഒരു കാര്യം ഓർക്കണം, ഒരു സാഹചര്യം ഇല്ലാത്ത സാഹചര്യ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പോലും ഒരുപക്ഷെ ഭയത്തോടെ ആയിരിക്കാം പ്രാർത്ഥിക്കുന്നേ. അതിന് സാധ്യത ഇല്ലാത്ത സാഹചര്യമായിരിക്കാം. ആ കാലഘട്ടം ദൈവത്തിനുണ്ട് നിന്നപ്പോൾ ദൈവം സംസാരിച്ചെങ്കിൽ, ദൈവം നമുക്ക് ഇത്രയും അധികം ആരോഗ്യം നൽകി, ഇത്ര ബലം നൽകി. ദൈവമക്കളെ, നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളിപ്പോഴത്തെ ദൈവത്തിൻ്റെ വചനം വിവിധമായ സ്ഥലങ്ങളിലും ദേവാലയത്തിലും വിവിധമായ സ്ഥലങ്ങളിലൂടെ ദൈവവചനം വിവിധ സഹായം കേൾക്കുമ്പോൾ ഓർക്കണം, ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിക്കുന്നത് കൊണ്ടാണ്. എത്ര പേരെന്നറിയാമോ? സാമ്പത്തികത്തിൽ ഒത്തിരി ഉന്നതിയുള്ളവർ പലരും വർഷങ്ങളോളമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പലരുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാമല്ലോ, അനേകം വാർത്തകൾ കേൾക്കുമ്പോൾ കോടികൾ രൂപ ചെലവാക്കി ഒന്ന് അനങ്ങുവാൻ പോലും കഴിയാത്ത വ്യക്തികളെ പരിപാലിക്കുന്ന അനേകം വീഡിയോസ് നമ്മൾ കണ്ടു, അല്ലേ? അപ്പോൾ ഓർക്കണം, അവർക്കൊന്നിനും കുറവായിട്ടല്ല. അപ്പോൾ അവിടെയും നമ്മെ ദൈവശ്രേഷ്ഠമായി, നമ്മെ ഒരു ആരോഗ്യത്തോടെ, നമ്മെ ബലത്തോടെ നമ്മെ നിർത്തി ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഓർത്ത് എന്ത് ചെയ്യണം? നമുക്കെല്ലാം ഉള്ളപ്പോൾ, ഇപ്പം നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് ബലമുണ്ട്, നമ്മൾ ശക്തിയുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി വരുവാൻ നമ്മുടെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നത് കാണും. അപ്പോൾ സ്വർഗം തുറന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ വായിച്ചേ, ആ വാക്യം തന്നെ വായിച്ചേ. എന്താ അവിടെ ജീവിതത്തിൽ സ്വർഗം തുറന്നപ്പോൾ കണ്ട കാര്യം? ഒന്ന്, സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. ഒന്നാമത്തെ കാര്യം, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നാൽ എഗസ്കേന്റെ ജീവിതം ബന്ധപ്പെട്ട് നിങ്ങൾ ദിവ്യ ദർശനങ്ങളെ കാണും. വിഷനുമുണ്ട്, ദിവ്യ ദർശനമുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ആ വാക്യത്തിൻ്റെ ആധാരമനുസരിച്ച് ദർശനമുണ്ട്, ദിവ്യ ദർശനമുണ്ട്. അപ്പം നമ്മൾ കാണേണ്ട ദർശനത്തെക്കാൾ ദിവ്യ ദർശനങ്ങളെ കാണുവാനിടയായി എന്ന് പറഞ്ഞാൽ അഭൗമികമായത്, വിവർണിക്കുവാൻ കഴിയാത്തത്, അവർണ്ണനീയമായത്, മറ്റൊന്നിനോട് പൊരുത്തപ്പെടാൻ കഴിയാത്തത്, വിശ്വസിക്കാൻ കഴിയാത്തത്, അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മഹത്വം മറ്റാർക്കും വെളിപ്പെടാത്തത്. ഇതാ ദൈവവചനം പറയുന്നേ, ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള നന്മ ആരുടെയും കണ്ണ് കണ്ടിട്ടില്ല, ആരുടെയും ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഇത് കാറല്ല, വീടല്ല, സമ്പത്തല്ല. ഇതൊക്കെ ദൈവം നിങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്ന ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു വെച്ചിരിക്കുന്ന നന്മയാ. അത് കർത്താവിന് വേണ്ടി കൊടുക്കുകയും കർത്താവിന്റെ നാമത്തോട് ചെയ്താൽ മാത്രം മതി, ആ നന്മകളൊക്കെ കിട്ടും. പക്ഷെ ഈ നന്മ കിട്ടണമെങ്കിൽ മറ്റാർക്കും വെളിപ്പെടാത്തത്, മറ്റാർക്കും കാണാത്തത്, മറ്റാർക്കും കേൾക്കുവാൻ കഴിയാത്തത്, ദൈവം നിങ്ങളോട് വ്യക്തിപരമായി ചില സംസാരിക്കും, മറ്റാർക്കും കാണാൻ പറ്റത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിലായപ്പെട്ടപ്പോൾ, എല്ലാവരും തള്ളപ്പെട്ട് ഏകാന്തയായിരുന്ന സമയത്ത്, ഹല്ലേലൂയ, സകലം തനിക്കെതിരായി നിൽക്കുമ്പോൾ, ശവകുടീരങ്ങൾ പോലെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശവങ്ങൾ നിൽക്കുമ്പോൾ, വിവിധമായ സമയങ്ങളിൽ ഇട്ടപ്പെട്ട ശവം കൂമ്പാരത്തിനകത്തു നിന്നുണ്ട്. ജീർണിച്ചു നിൽക്കുന്ന ആ ശവക്കൂമ്പാരത്തിനകത്തു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ യോഹന്നാനു വേണ്ടി മറ്റാർക്കും വെളിപ്പെടാത്തൊരു വെളിപ്പാടുമായി, മറ്റാർക്കും വെളിപ്പെടാത്ത ദൂതുമായി, ഒരു മന്നയായി മറഞ്ഞിരുന്ന മന്ന സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ, അവന് വേണ്ടി സ്വർഗം തുറന്നതുപോലെ നമുക്കൊരു ദിവ്യ ദർശനത്താൽ നിറയപ്പെടുവാനിടയായി തീരും. ദിവ്യ ദർശനം, ദർശനമല്ല ദിവ്യ ദർശനം. നമുക്ക് ആഗ്രഹിക്കാം, കർത്താവേ
ഇരുവാസത്തോടും പ്രാർത്ഥന ദൈവജനം നമ്മൾ ആഗ്രഹിക്കും, കർത്താവ് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ എനിക്കൊരു ദിവ്യ ദർശനം ആവശ്യമാണ്. ദിവ്യ ദർശനം ദർശനമല്ല, ദർശനമുണ്ട്, പലതും ദർശനമുണ്ട്. ദിവ്യ ദർശനം വരണം. കർത്താവ് എന്നെക്കുറിച്ചുള്ള പദ്ധതികൾ, കർത്താവ് മറ്റാർക്കും വെളിപ്പെടാത്ത ചില ദൂതുകൾ, ചില അരുളപ്പാടുകൾ, ദൈവത്തിന്റെ ചില മർമ്മങ്ങൾ, ചില മിസ്ട്രികൾ നിങ്ങളുടെ സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തിന്റെ ഒരു കാലഘട്ടം നിന്നില്ലേ? ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി പരിപാലിച്ച ദൈവമുണ്ട്. മാതാപിതാക്കളെ പരിപാലിച്ച ദൈവമുണ്ട്. നിങ്ങളെ പരിപാലിച്ച ദൈവമുണ്ട്. ആ ദൈവത്തിന് ചില ദിവ്യമായി ചില സംസാരിക്കാറുണ്ട്. ആഗ്രഹമുണ്ടോ? അപ്പാ ദൈവത്തിന് എന്നോട് എന്താ സംസാരിക്കാനുള്ളേ? സ്തോത്രം. ഹല്ലേലൂയ. മരണത്തോട് അവസാന ഘട്ടങ്ങളിൽ ചില മക്കളെ വിളിച്ച്, അല്ലെങ്കിൽ ചില അപ്പനമ്മമാർ അനുഗ്രഹിച്ചു വിടുന്ന സിസ്റ്റം പഴയ നിയമ കാലഘട്ടത്തിലുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് വളരെ ചുരുക്കമാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, 10 മക്കളുണ്ടെങ്കിൽ 10ാമത്തെ മകൻ്റെ പ്രതീക്ഷ എന്താണെന്നറിയാമോ? വേദന എന്തായിരിക്കും എന്നറിയാമോ? എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള അവസാന നന്മ എന്താണെന്ന് ഞാൻ കാണുന്നത് വരെ, അത് കേൾക്കുന്നത് വരെ എൻ്റെ ദൈവമേ അപ്പന് ജീവൻ നൽകണേ എന്നുള്ള പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ 10ാമത്തെ മകൻ നിൽക്കും. കാരണം അവസാനം വരെ നിന്നില്ല എങ്കിൽ ആ നന്മ പ്രാപിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ആ മകന് നൽകേണ്ട കാര്യം മറ്റൊരു മകനോട് ഷെയർ ചെയ്യത്തില്ല. ഇന്ന് ദൈവാത്മാ പറയുന്നു, നിങ്ങളോട് വ്യക്തിപരമായി ദൈവത്തിന് ചിലത് സംസാരിക്കാനുണ്ട്. ഒരു ദിവ്യ ദർശനം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അത് ആത്മാവിൽ ആഗ്രഹിക്കണം. കർത്താവ് എനിക്കത് വേണം. അപ്പാ ഈ പ്രതികൂല കാട്ടിനകത്ത്, പ്രതികൂലത്തിന്റെ അനുഭവത്തിനകത്ത് അപ്പാ ഞാൻ എന്തു ചെയ്യുമെന്നുള്ള വ്യാകുലതയല്ല, വിഷയങ്ങളുടെ മുമ്പിൽ അത് തകരുന്ന അനുഭവത്തിൽ നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നേ. അതിനകത്ത് ആഗ്രഹം, കർത്താവ് എനിക്ക് വേണ്ടി ഒരു ദിവ്യ ദർശനം എനിക്ക് വേണം. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് എന്നോട് വ്യക്തിപരമായി സംസാരിക്കേണ്ടത് ആഗ്രഹിക്കണം. കർത്താവേ എന്നോട് നീ സംസാരിക്കണം. ഏത് വിധം ദൈവത്തിന് വിഷയമല്ല, നമുക്കോ അത് വിഷയമല്ല. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്ക് അങ്ങ് എന്നോട് സംസാരിച്ചേ പറ്റത്തുള്ളൂ. ഈ 40 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവജനമേ, ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. മറ്റൊരാൾ സംസാരിച്ചത് കേട്ടല്ല ഞാൻ ജീവിക്കേണ്ടത്. മറ്റൊരാളുടെ കാര്യങ്ങൾ, മറ്റൊരാൾ പറയുന്ന വചനങ്ങൾ, മറ്റൊരാൾ പറയുന്ന ദർശനങ്ങൾ, മറ്റൊരാൾ പറയുന്ന സ്വപ്നമല്ല. എനിക്ക് ദൈവത്തിന് ഡയറക്റ്റായിട്ട് വേണം. എനിക്ക് ഡയറക്റ്റായി ദൈവത്തിന് സ്വപ്നങ്ങൾ വേണം. ദൈവത്തിന് ചില ദർശനങ്ങൾ വേണം, ചില പ്രവചനങ്ങൾ വേണം, ചില ദൂതുകൾ വേണം, ചില അരുളപ്പാടുകൾ വേണം. അത് ദിവ്യ ദർശനമായി വെളിപ്പെടും. ആത്മാവിൽ ആഗ്രഹമുണ്ടോ? ഇന്ന് പകൽ ആഗ്രഹിക്കുന്ന മക്കളെ ദൈവം മാനിക്കുന്നു. ഇവിടെ പറയുന്നു, എഗസ്കേ പ്രവാചകന്റെ മധ്യത്തിൽ അവന് വേണ്ടി 1ാമത്തെ കാര്യം, സ്വർഗം അവന് വേണ്ടി തുറക്കപ്പെട്ടപ്പോൾ ദിവ്യ ദർശനം അവനെ കാണുവാനായി. 2ാമത്തെ കാര്യം, അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, അതിൻ്റെ 1ാമത്തെ അധ്യായം 3ാമത്തെ വാക്യം വായിച്ച്. 1ാമത്തെ കാര്യം ദിവ്യ ദർശനങ്ങൾ കണ്ടു. കൽദേ ദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. 2ാമത്തെ കാര്യം, ഒരു ദിവ്യ ദർശനം ദൈവം നിങ്ങൾക്ക് നൽകും സ്വർഗം തുറന്നാൽ. 2ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്നുള്ള വാക്കിന് ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ, ദൈവം നമ്മോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. വർഷങ്ങളും ദൈവാത്മാവ് പറയുന്നു, വർഷങ്ങളോളമായിട്ട് നിന്നെ കരുതിയ ദൈവമുണ്ട്, നിന്നെ പ്രൊട്ടക്ട് ചെയ്ത ദൈവമുണ്ട്. വാഹനങ്ങൾ 30-40 യാത്ര ചെയ്തുകൊണ്ടല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മളൊരു ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ, ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു ഞാൻ വളരെ സുരക്ഷിതമായി നമ്മൾ നടന്നതുകൊണ്ടാണ്. ഇല്ല കേട്ടോ, അതൊരു പരിധിവരെ ഉണ്ട്. പക്ഷെ എന്നാലും എതിരെ വരുന്ന വാഹനങ്ങളെ ദൈവം സംരക്ഷിച്ചത് കൊണ്ടല്ലേ? ആണോ? എത്രയോ ഫ്ലൈറ്റുകൾ നടന്നുകൊണ്ട് നമ്മുടെ മേലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഫ്ലൈറ്റുകളൊക്കെ ദൈവം കരുതുന്നില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ സുരക്ഷിതമായിരിക്കുന്നത്. ഒരു ഫ്ലൈറ്റ് വന്ന് നമ്മുടെ ദേഹത്ത് വീണാലോ, നമ്മുടെ കുടുംബത്തിനകത്ത് വീണാലോ, നമ്മൾ പോകുന്ന യാത്രകൾ പോയാലോ, ആ ഫ്ലൈറ്റുകളെ പരിപാലിക്കുന്ന ദൈവമുണ്ട്. അപ്പോൾ ദൈവം നമ്മെ ഇത്രത്തോളം പരിപാലിച്ചു നടത്തിയ, ജന്മം മുതലേ തകർത്ത് കളയാൻ ആഗ്രഹിച്ച മണ്ഡലമുണ്ട്. ഹല്ലേലൂയ.
ജനിച്ച സമയത്ത് നിന്നെ ഒതുക്കുമെന്ന് വ്യാപരിച്ച ചില മണ്ഡലമുണ്ട്. അന്ന് നിന്നെ പരിപാലിച്ച ഒരു കരമുണ്ട്. നിനക്ക് പോലും ഓർമ്മ കാണത്തില്ല. നിങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അനുഭവിച്ചു കൊണ്ടിരുന്നു. അന്നു മുതലേ യിരെമ്യാ പ്രവാചകന്റെ വാക്കിൽ പറഞ്ഞാൽ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ പേർ ചൊല്ലി നിന്നെ വിളിച്ച ദൈവം, നിന്നെ കണ്ട ദൈവം, നിന്നെ പരിപാലിച്ച ദൈവം, നിന്നെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവം അന്നു മുതലേ ആഗ്രഹിക്കുക നിന്നോട് സംസാരിക്കുവാൻ. ദൈവത്തിന് അന്നു മുതലുള്ള ചില കാര്യങ്ങൾ താങ്കൾ സംസാരിക്കാനുണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണെന്ന് എന്നോട് സംസാരിക്കണം, അത് കേൾക്കുവാനുള്ള ചെവി എനിക്ക് ഞാൻ തയ്യാറാണ് കർത്താവേ. ശിവന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചില പ്രാർത്ഥനകൾ മുഖാന്തരം, ചില കണ്ണുനീരുകൾ മുഖാന്തരം ഒറ്റ ദിവസവും 2 ദിവസവും 3 ദിവസം കൊണ്ട് ഒരൊറ്റ ആഴ്ചയൊക്കെ കർത്താവ് പലയിടങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിത അനുഭവം ഞാൻ പറയുന്നേ, ഒരൊറ്റ ദിവസം കൊണ്ട് ഒരിക്കലും രക്ഷ പ്രാപിക്കത്തില്ല, ഒരിക്കലും ആ ലോണ് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ പകുതി വെച്ച് നേഴ്സിംഗിന്റെ പഠനം പൂർത്തീകരിച്ചു വരാൻ കഴിയാതെ ഭവനത്തിലേക്ക് വന്നു. കോളേജുകാർ പറഞ്ഞു, നീ പോ, നിനക്കിവിടെ പഠിക്കാൻ പറ്റത്തില്ല. നേഴ്സിംഗ് BSc നേഴ്സിംഗിന്റെ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ ലോണ് കിട്ടുന്നില്ല. പക്ഷെ ഒറ്റ രാത്രി എൻ്റെ മാതാവ് ദൈവസേനയിൽ ഇരുന്നു, പ്രാർത്ഥിച്ചു. രാത്രി 2:30 മണിയായപ്പോൾ ദൈവത്തിന്റെ ആത്മ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി സകലതും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. സമാധാനത്തോടെ കിടന്നുറങ്ങി. രാവിലെ 10 മണിയപ്പോൾ കോൾ വരുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു, ബാങ്കിലേക്ക് വരാൻ പറഞ്ഞു. അന്ന് തന്നെ DDയുമായി താൻ പോകുന്നത് കണ്ട് നമ്മുടെ ജീവിത അനുഭവം ഞാൻ പറയുന്നേ, ഇതുപോലെ കരുതിയ പല അനുഭവമുണ്ട്. നമ്മെ നടത്തിയ ദൈവമുണ്ട്, നമ്മെ പ്രൊട്ടക്ട് ചെയ്ത ദൈവമുണ്ട്, നമ്മളെ അല്ലെങ്കിൽ പരിപാലിച്ച ദൈവമുണ്ട്. ആ ദൈവത്തിന് ചിലത് നിന്നോട് സംസാരിക്കാൻ പലവട്ടം നിന്റെ അരികത്ത് വന്നതാ. പലപ്പോഴും പക, പിണക്കം, ചാരശങ്ക, ക്രോധം, തൊന്നപക്ഷം, അസൂയ, ഭിന്നത, ഇതെല്ലാം മനസ്സിനകത്ത് വയ്ക്കുമ്പോൾ ദൈവത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ സ്തുതിയോടുകൂടെ, സ്തോത്രത്തോടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്ന് ദൈവസന്നിധി വന്ന ദൈവ പൈതലേ, നിന്നോട് ദൈവത്തിന് ചില സംസാരിക്കാനുണ്ട്. ഹൃദയത്തിന് ആഗ്രഹിക്കാമോ, കർത്താവ് എനിക്ക് അനുവദിച്ച, കർത്താവിന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ചില അരുളപ്പാടുകൾ നീ കേൾക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ ദിവസങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുകയാണ്, സഭ കേൾക്കാൻ വേണ്ടി പോകുകയാണ്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ കർത്താവേ, ഹൃദയത്തിനകത്തൊരു ആഗ്രഹം, നിന്നോട് ദൈവാത്മ സംസാരിച്ചു കൊണ്ടിരിക്കുക. താങ്കളുടെ ദൈവാത്മസം ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധ നിങ്ങളെ കരുതിയ, നിങ്ങളെ പരിപാലിച്ച, നിങ്ങളെ നടത്തിയ, അന്ത്യത്തോളം നടത്താമെന്ന് പറഞ്ഞ് വിളിച്ചു വേദരിച്ച, ഇത്രത്തോളം നിന്നെ പരിധിയ കൂടുതൽ സഹോദരങ്ങളെക്കാളും സഹോദരിമാരെക്കാളും കൂട്ടുകാരെ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് നമ്മെ ഇത്രത്തോളം പ്രൊട്ടക്ട് ചെയ്ത ഒരു ദൈവ പൈതനെ സംബന്ധിച്ച് നിനക്ക് വേണ്ടി സ്വർഗം തുറന്നാൽ നിനക്ക് വേണ്ടി 1 തരം ദിവ്യ ദർശനം നൽകും. 2 ദൈവം നിന്നോട് ചില സംസാരിക്കും. ചില അരുളപ്പാടുകൾ കേട്ടു. ഇവിടെ പറയുന്നു, സ്തോത്രം, ആ നദിയുടെ കരയിൽ വെച്ച്, പ്രവാസത്തിന്റെ ഉള്ളിൽ വെച്ച് സ്വർഗം അവനോട് തുറക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഉണ്ടായി. 2ാമത്തെ കാര്യം എന്താ? ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. 3ാമത്തെ കാര്യത്തിലേക്ക് വരാം. അതിന്റെ 4ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ നോക്കിയപ്പോൾ വടക്കു നിന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന് തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലൊരു കാഴ്ചയും ഉണ്ടായിരുന്നു. അപ്പൊ 3ാമത്തെ കാര്യം, 1ാമത്തെ കാര്യം സ്വർഗം തുറന്നാൽ ദർശനം, ദിവ്യമായ ദർശനം നിറയ്ക്കും. ആഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ് ദൈവമക്കൾ. 2ാമത് ദൈവം താങ്കളോട് സംസാരിക്കുന്ന ചില അരുളപ്പാടുകൾ ലഭിക്കും. 3ാമത്തെ കാര്യം, ഒരു പ്രകാശം നീ കാണുവാനിടയായിത്തീരും. നീ രാവിലെ മുതൽ എഴുന്നേൽക്കുമ്പോൾ ഒരു അന്ധകാരം പോലെ ഒരു കാര്യത്തിലും പ്രകാശം കാണുവാൻ കഴിയാതെ, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിന്നെ പ്രകാശപൂർണമാകേണ്ട ജീവിതത്തിനകത്ത്, സന്തോഷത്തോടെ ജീവിക്കേണ്ട കുടുംബത്തിനകത്ത് സമാധാനം കാണാൻ കഴിയാതെ അന്ധകാര യുഗം പോലെ, അന്ധകാര ജീവിതം പോലെ ജീവിതത്തെ ആക്കി വെച്ച്, തലമുറകളെ ആക്കി വെച്ച് വ്യാപരി ചില മണ്ഡലങ്ങൾ ദൈവം പറയുന്നു, സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടാൽ ചില മേഖലയ്ക്ക് ദൈവത്തിന്റെ പ്രകാശം കാണും. അന്ധകാരം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകും.
ഈ ദിവസങ്ങളിൽ ആഗ്രഹത്തോടെ, സ്തുതിയോടുകൂടി, സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സ്തുതിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ഒരു പ്രകാശം യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ശബാല ഹംദന രഗനഗന്ധന രഗനഗണേശുവിന്റെ നാമത്തിൽ ഒരാഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ വരാമോ? കർത്താവേ, ഈ ഒരു അന്ധകാര ജീവിതമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് അന്ധകാര ജീവിതം വേണ്ട. എന്നെ അപ്രതീക്ഷിതമാക്കുന്ന, എന്നെ അസമാധാനം നയിക്കുന്ന, അസന്തോഷങ്ങളെ കൊണ്ടുവരുന്ന ചില അനുഭവങ്ങൾ തലമുറയുടെ ബന്ധത്തിൽ, കുടുംബത്തോടൊരു ബന്ധത്തിൽ, മാതാപിതാക്കളുടെ ബന്ധത്തിൽ, അല്ലെങ്കിൽ അന്ധകാരം പോലെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി നിൽക്കുന്ന ചില അന്ധകാര യുഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറി ഒരു പ്രകാശം നിന്റെ മേൽ പകരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മാത്രമല്ല, ആ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 1 അല്ലെ ദിവ്യദർശനം കണ്ടു, 2 ഹല്ലേലൂയ അവന്റെ മേൽ ഹല്ലേലൂയ സ്തോത്രം അരുളപ്പാട് ലഭിച്ചു, 3 പ്രകാശം കണ്ടു. അത് മാത്രമല്ല, അടുത്ത് പറയുന്നു ഒരു കാഴ്ച കാണുവാനിടയായിരുന്നു. പ്രകാശം മാത്രമല്ല, അവനൊരു കാഴ്ച കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവത്താൽ ഒരുക്കപ്പെട്ട ചില കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് കാണുന്ന പല കാഴ്ചകളും നമ്മെ പ്രത്യാശ നശിപ്പിക്കുന്നതാണെങ്കിൽ, സമാധാനം ഇല്ലാക്കുന്നതാണെങ്കിൽ, കർത്താവ് ഒരുക്കി വെച്ചിട്ടുള്ളത് അങ്ങനെയല്ല. ഒരു ദിവ്യമായ ഒരു കാഴ്ച, ഒരു വ്യത്യസ്തമായ കാഴ്ച സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യും? ആ കാഴ്ചകളെ കാണുക. അതിൻ്റെ 3-ാമത്തെ 24-ാം വാക്യം വായിച്ചേ. സ്തോത്രം പെട്ടെന്ന് വായിക്കാം. 24-ാം വാക്യം വായിച്ചേ. അതിൽ 3 കാര്യങ്ങൾ പറയുന്നു. സ്വർഗം അവർക്ക് തുറന്നാൽ അവ പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചിൽ വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവം പോലെയും ഉള്ള മുഴക്കമായി ഞാൻ കേട്ടു. നിൽക്കുമ്പോൾ അവ ചിറകു താഴ്ത്തും. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന്മേൽ നിന്ന് ഒരു നാദം പുറപ്പെട്ടു. നിൽക്കുമ്പോൾ അവ ചിറകു താഴ്ത്തും. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. മതി. അതിന്റെ അല്ലയോ സ്തോത്രമല്ലേ 37-ാമത്തെ വാക്യം വായിച്ചേ. 3-ാം അധ്യായം യെഹെസ്കേലിന്റെ പ്രവചനം 27-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ അതിന്റെ 24-ാമത്തെ വാക്യം വായിച്ചേ. അതാണ് വാക്യം. അപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അപ്പോൾ ഓർക്കണം, സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടാൽ അടുത്ത കാര്യം യഹോവയുടെ ആത്മാവ് വരുവാനിടയായിത്തീരും. മനസ്സിലായോ? പുതിയ നിയമത്തിലേക്ക് ആത്മാവ് വന്നും പോയി നിൽക്കാനല്ല, നിരന്തരമായി കർത്താവ് നമ്മെ നിർത്തുവാനിടയായിത്തീരും. അപ്പോൾ സ്വർഗം നമുക്ക് വേണ്ടി തുറന്നാൽ ആത്മാവ് വരുവാനിട. അടുത്ത വാക്യം എന്താണ്? ആത്മാവ് വന്നു. അടുത്ത വാക്യം എന്നോട് അപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അപ്പൊ 2-ാമത്തെ കാര്യം, നിന്നെ നിവർന്നു നിർത്തുവാനിടയായി തീരും. മനസ്സിലായോ? സ്വർഗം നമുക്ക് വേണ്ടി വന്നാൽ ആത്മാവ് വരും, നമ്മൾ എന്ത് ചെയ്യും? നിവർന്നു നിൽക്കാനായിട്ട്. അടുത്ത വാക്യം എന്നോട് സംസാരിച്ചു, നീ ചെന്ന് നിന്റെ വീട്ടിനകത്ത് കതകടച്ച് പാർക്കാം. എന്നാൽ മനുഷ്യപുത്ര, നിനക്ക് അവരുടെ ഇടയിൽ പെരുമാറുവാൻ കഴിയാതെ വേണം അവർ നിന്നെ കയറുകൊണ്ട് കെട്ടും. മതി. ഇവിടെ തുടർന്നുള്ള വേദഭാഗങ്ങൾ ഒരുപാട് നമ്മൾ വേദപുസ്തകം വീട്ടിൽ നിന്ന് വായിച്ചു പോകണം. അവിടെ സ്വർഗം അവർക്ക് വേണ്ടി തുറന്നപ്പെട്ടപ്പോൾ നടന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ആർക്ക് അനുവദനീയമാണ്? ദൈവം നമുക്ക് അനുവദിച്ചതാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്വർഗം നമുക്ക് വേണ്ടി തുറന്നാൽ ഈ വിധമായ നന്മകൾ അനുഭവിക്കണം. നമുക്ക് കണ്ണുകൾ ഇവിടെ, നമുക്ക് ദൈവസന്നിധി എല്ലാവരുടെ കണ്ണുകളും അല്പനേരം, നമ്മുടെ സമയം അല്പനേരം നമ്മുടെ മുമ്പിൽ പോകുവാനിട. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി തുറന്നാൽ, സ്വർഗം നമുക്ക് വേണ്ടി തുറന്നാൽ, നമ്മുടെ ആത്മീക ഒരു വിഷൻ അടുത്ത ലെവലിലേക്ക് നാം ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ചില നന്മകൾ നാം കാണുവാനിടയായിത്തീരുന്നു. വ്യക്തമായി പറഞ്ഞു. മറ്റാർക്കും വെളിപ്പെടാത്തൊരു ദൂത് നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയിൽ ദൈവത്തിൻ്റെ വചനം പറയുവാനിടയായിത്തീർന്നു. മറ്റാർക്കും കാണപ്പെടാത്തൊരു കാഴ്ച കർത്താവ് നമ്മോട് സംസാരിക്കുവാനിടയായിത്തീരും. അത് കാണുവാനിടയായി. മറ്റാർക്കും ദിവ്യമായ ദർശനം അത് കാണുവാനിടയായിത്തീരും. മറ്റാരും സംസാരിച്ച ചില അരുളപ്പാടുകൾ, താങ്കളോട് വർഷങ്ങളോളമായി ആഗ്രഹിക്കുന്ന ചില അരുളപ്പാടുകൾ കർത്താവ് നിങ്ങൾക്ക് നൽകുവാനിടയായി. ഈ വിധമാകുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കണം. ഇന്ന് പലർക്കും ആഗ്രഹിക്കാം, കർത്താവേ എനിക്ക് വേണ്ടി സ്വർഗം. ഒരു നിമിഷം കണ്ണുകൾ മൂടി നമുക്ക് എല്ലാ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ സമയങ്ങൾ ഏകദേശം അവസാനിച്ചതിന് ഈ സമയങ്ങളിൽ കർത്താവേ അവസാനം ഒരു നിമിഷം ആഗ്രഹിക്കാം. കർത്താവ് ഉപവാസപ്രദന 12-ാമത്തെ പകൽക്കാലം കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധി വരുമ്പോൾ, കർത്താവെ ആഗ്രഹത്തോടെ വരുമ്പോൾ, കർത്താവേ
ഞങ്ങളുടെ സഭയോട് കർത്താവെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്വർഗം തുറന്നിരിക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരു ആത്മീക ലെവലിലേക്ക് സഭ ഇറങ്ങപ്പെടുത്തി കർത്താവെ. ദൈവജനം യേശുവിൻ്റെ നാമത്തിൽ ആ സ്വർഗം തുറന്നിരിക്കുന്ന അനുഭവങ്ങൾ കാണുവാൻ കഴിയാതെ ആത്മീക കണ്ണുകളെ അടച്ചുപോയി സകല അന്ധകാര വ്യാപാര മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറി ഇന്ന് പകൽക്കാലം കർത്താവെ ഒരു വിടുതൽ വ്യാപരിക്കട്ടെ കർത്താവെ. ദൈവിക കുടുംബത്തിനകത്ത്, മൈൻഡിനകത്ത്, ബുദ്ധിക്കകത്ത്, ചിന്തയ്ക്കകത്ത് സ്വർഗീയമായ അനുഭവങ്ങളെ കാണുവാൻ കഴിയാതെ അല്ലയോ അടച്ചു വച്ചിരിക്കുന്ന സകല അനുഭവം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ കർത്താവേ. ദൈവമേ, യെഹെസ്കേൽ പ്രവാചകൻ പ്രവാസ കാലത്തിനകത്തു നിന്നും ഹല്ലേലൂയ ഒരു സാധ്യതയില്ലാത്ത കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ കാൽവെപ്പെടുത്തു വെച്ച യെഹെസ്കേൽ പ്രവാചകന് വേണ്ടി സ്വർഗം തുറന്നിരുന്ന് കണ്ടുവെങ്കിൽ അപ്പാ നാഥനയോട് പറഞ്ഞ ആലോചന കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വിശ്വാസികൾ നടക്കട്ടെ കർത്താവേ. ഓരോ വിശ്വാസ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ കാണട്ടെ കർത്താവേ. ആത്മീക ദർശനങ്ങൾ കാണട്ടെ കർത്താവേ. ദൈവത്തിന്റെ സ്വർഗം തുറന്നിരിക്കുന്ന ആത്മീക അനുഭവം യേശുവിന്റെ നാമത്തിൽ കർത്താവെ കാണുവാൻ പറ്റിയതായ ഒരു ആത്മീക ജീവിതം ഞങ്ങളുടെ മേൽ നൽകട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരിക്കലും നിന്നെ കാണത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന സകല ശത്രുവിന്റെ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ മാറി, അന്ധകാര വ്യാപാര മണ്ഡലങ്ങൾ മാറി അതിൽ പുറത്തു വരുവാൻ കർത്താവെ സ്തുതികളോടുകൂടെ സ്തോത്രത്തോടുകൂടെ ദൈവജനം യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ കർത്താവെ. ദൈവജനം യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ അടുത്ത ലെവലിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഇറങ്ങട്ടെ കർത്താവെ. ദൈവസഭ ദൈവത്തോട് ചേർന്ന് കിടക്കുന്ന ഭക്തന്മാരെ കർത്താവ് ഉപയോഗിക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അല്പനേരം നമുക്ക് ആഗ്രഹിക്കാം കർത്താവേ, എനിക്കത് വേണം, എനിക്കത് വേണം, എനിക്കത് വേണം, എനിക്കത് വേണം. ഹല്ലേലൂയ. സ്വർഗം അവന് തുറക്കപ്പെട്ടപ്പോൾ ഒന്നാമതായി സ്വർഗം അവന് വേണ്ടി തുറക്കപ്പെട്ടപ്പോൾ ദിവ്യ ദർശനം നിറച്ചു. ഒരു ദിവ്യ ദർശനം ആഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ സ്വർഗം താങ്കൾക്ക് വേണ്ടി പുറപ്പെട്ടാൽ ഒരു ദിവ്യ ദർശനം, മറ്റാർക്കും വെളിപ്പെടാത്ത ദർശനം, മറ്റാർക്കും കരുതില്ലാത്ത, മറ്റാരും കാണാത്തൊരു ദർശനം ദൈവം നിനക്ക് വേണ്ടി കാണുവാൻ സ്വർഗം ഒരു ഭാഗ്യം നൽകും. മറ്റാരും സംസാരിക്കാത്ത ചില എറളപ്പാടുകൾ, മറ്റാരോടും ഷെയർ ചെയ്യാത്ത ചില കാര്യങ്ങൾ ദൈവത്തിന് താങ്കളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് കർത്താവേ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവേ, എൻ്റെ ഈ പ്രതികൂല കാലങ്ങളിലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമമുള്ളപ്പോഴും എൻ്റെ പ്രതികൂല കാറ്റുകൾ ഒത്തിരി ഉള്ളപ്പോഴും കർത്താവേ എൻ്റെ ദൈവത്തിന് ഒരടി പോലും മാറ്റുവാൻ കർത്താവേ ഞാൻ അനുവദിക്കത്തില്ല. ഇതും ഞാൻ പുറത്തു വരും യേശുവിൻ്റെ നാമത്തിൽ. ദൈവജനങ്ങൾ ആത്മീക ദർശനങ്ങളെ, കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്ന സകല അനുഭവം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അപ്പാ ഞങ്ങളുടെ സഭയോടെ മധ്യത്തിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവേ ദൈവത്തിൻ്റെതായ കർത്താവ് ദൈവജനത്തോട് ദൈവാത്മാവ് സംസാരിക്കട്ടെ. യേശുവേ ആത്മീകത്തിന്റെ അടുത്ത ലെവലിലേക്ക് യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ നാമം ചില കാൽവെപ്പുകൾ, ആത്മീക കാൽവെപ്പുകൾ യേശുവിന്റെ നാമത്തിൽ എടുത്തു വയ്ക്കട്ടെ. ദൈവജനം യേശുവിന്റെ നാമത്തിൽ അപ്പാ ദൈവത്തോട് ചേരുന്ന, ദൈവത്തോട് നടക്കുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു അനുഭവം ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണല്ലപ്പാ ദൈവജനം യേശുവിന്റെ നാമത്തിൽ. ആത്മീക കാഴ്ചപ്പാടുകൾ സംഭവിച്ച കൃപയ്ക്കായി സ്തോത്രം. ആത്മീക കാഴ്ചപ്പാടുകൾ അത് കണ്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അതിനെതിരായി വ്യാപരിക്കുന്ന സകല മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ പകൽക്കാലം മാറട്ടെ. ഏത് പാരമ്പര്യ ശക്തിയായാലും, ഏത് മന്ത്രവാദ ശക്തിയായാലും ദൈവത്തിന് ഒരു നന്മ പോലും പ്രാപിക്കരുത്, ദൈവത്തിന് ശബ്ദം കേൾക്കരുത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കരുതെന്ന് വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളി യേശുവിന്റെ നാമത്തിൽ, ചില സ്വഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം തന്നോട് സംസാരിച്ചു തുടങ്ങിയാൽ, ദൈവം തന്നോട് സംസാരിച്ചു തുടങ്ങിയാൽ ഒരു മനുഷ്യനും തകരത്തില്ല. നിന്നെ ഒരു വിഷയവും നിന്നെ ഭയപ്പെടുത്തത്തില്ല. ഇത് പിശാചിന് അറിയാവുള്ളതുകൊണ്ട് ആ അരുളപ്പാടിലേക്ക് എത്തിക്കാത്ത, ആ ദർശനം എത്തിക്കാത്ത നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗമൊന്ന് കാണ്. ആഗ്രഹമുണ്ടോ? എൻ്റെ അപ്പൻ എന്നെ കരുതിയത് അസാധാരണമായിട്ടാ കരുതിയേ, അസാധാരണമായിട്ടാണ് ദൈവം എന്നെ പ്രവർത്തിച്ചത്, എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് പ്രവർത്തിച്ചത്, എൻ്റെ മക്കൾക്ക് വേണ്ടി കരുതിയത്, ഇത്രത്തോളം നമ്മെ നടത്തിയത് ചെറുതല്ല. ആ സ്വർഗത്തെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടോ? നഥനയോട് പറയുന്നു, നഥനയിലെ നീ സ്വർഗം തുറന്നിരിക്കും, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിന്നെ കരുതുവാൻ ഞാൻ ആക്കി വെച്ച ദൂതന്മാർ ഇറങ്ങുന്നതും കയറുന്നതും നീ കാണും. നിന്റെ ഭവനത്തിനകത്ത് യേശുവിന്റെ നാമം ദൂതന്മാരുടെ സംരക്ഷണം നീ ആത്മാവിൽ കാണട്ടെ. നിന്റെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നിന്റെ നാഡി ഞരമ്പുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നിന്റെ ജീവിത സാഹചര്യങ്ങൾ മുഴുവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, താങ്കളുടെ ജോലിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സകലവിധ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ കാണുന്നവരായി തീരട്ടെ. കർത്താവേ ഒരു വാസപര 12-ാമത്തെ ദിവസം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് നീ സഭയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
യേശുവിൻ്റെ നാമ ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ കർത്താവ്. ഓരോ വ്യക്തികളും കർത്താവെ ആത്മാവിൽ കാണട്ടെ കർത്താവ്. ഞങ്ങളുടെ വിശ്വാസികൾ യേശുവിൻ്റെ നാമത്തിൽ അപ്പാ സ്വർഗം തുറന്നിരിക്കുന്ന ഒരു വ്യത്യസ്ത അനുഭവം യേശുവിൻ്റെ നാമത്തിൽ കാണട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അതുപോലെ ആത്മീക വീക്ഷണമുള്ളവരായി പുറത്തു വരട്ടെ കർത്താവേ. കർത്താവ് അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിക്കായി സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കായി സ്തോത്രം. ഈ വചനം ഓരോരുത്തരും അനുഗ്രഹമായി തീർന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വർഗം സഹായിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.